ഞങ്ങൾ ഇറാനുമായി യുദ്ധത്തിന് പോകുന്നില്ല. 100% പറയാൻ സാധിക്കും, ഞങ്ങളുടെ ഈ യുദ്ധം എന്നത് ഇറാനുമായല്ല. ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണുവായുധത്തിനെതിരെയാണ് ഞങ്ങളുടെ യുദ്ധമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു 10-15 രാജ്യങ്ങളുണ്ടെന്ന് ചിന്തിക്കുക. അതിൽ ഏതൊക്കെ രാജ്യത്തിന്റെ പക്കലാണ് അണുവായുധം ഉള്ളത് എന്ന് നോക്കിയാൽ ഇസ്രായേലിന്റെ പക്കൽ മാത്രം 90 അണുവായുധമുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ്: ബഹ്റൈൻ, സൈപ്രസ്, ഈജിപ്ത്, ഇറാൻ, ഇറാഖ്, ജോർദൻ, കുവൈറ്റ്, ലബനൻ, ഒമൻ, പാലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, സുഡാൻ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യമൻ. ഇങ്ങനെ ഈ രാജ്യങ്ങളുടെ പക്കലൊന്നും അണുവായുധമില്ല. അപ്പോൾ ഒരേ ഒരു അജണ്ട മാത്രം: മറ്റേതൊരു രാജ്യവും മിഡിൽ ഈസ്റ്റിൽ അണുവായുധം കൈവരിക്കാൻ പാടില്ല. ഇത് JD വാൻസൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇറാൻ ജനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇതിന് കാരണം ഞങ്ങളല്ല, നിങ്ങളുടെ ഭരണകൂടമാണ് എന്നും പറഞ്ഞു. ഇതുവരെയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ അമേരിക്ക നടത്തിയല്ലോ. ആ ഒരു ആക്രമണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് അമേരിക്ക. ആ വീഡിയോയിൽ 25 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ അവസാനിച്ചുവെന്നും പറഞ്ഞു. കൂടാതെ A to Z എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇവർ നടത്തിയ ഈ ഒരു ഓപ്പറേഷനെ 3ആയി തരംതിരിക്കുകയാണ്. ഒന്നാമത്തേത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ഇസ്രായേൽ നൽകിയ പേര്. മറ്റൊന്ന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3, ഇത് ഇറാൻ നൽകിയിട്ടുള്ള പേര്. ഈ 2 ഓപ്പറേഷനും ഇടയിൽ വന്നതാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. ഇത് അമേരിക്കയുടെ ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ വഴിയാണ് ഇറാനിലുള്ള 3 ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെതിരെയുള്ള ആക്രമണം നടത്തിയത്. ഏതാണ്ട് 12-ലധികം GBU-57 ബോംബുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം B-2 ബോംബേഴ്സ് അമേരിക്ക കൂടുതലായി ഉപയോഗിച്ചത് ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിലായിരിക്കും. ഈ 9/11 ശേഷം കൂടുതൽ വ്യോമസേനയെ അമേരിക്ക കൊണ്ടുവന്നതും ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിലായിരിക്കും. ഇനി എത്ര വിമാനങ്ങളാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ 125 വിമാനങ്ങളാണ് ഉപയോഗിച്ചത്. ഈ 125 വിമാനങ്ങൾ മാത്രമല്ല, സബ്മറൈൻസും തയ്യാറായി നിന്നു. അങ്ങനെയാണെങ്കിൽ ഇവയ്ക്കെല്ലാം എതിരെ ഇറാൻ ഒരു സിഗ്നൽ കിട്ടിയോ? ഏതെങ്കിലും റഡാറിൽ അമേരിക്കയുടെ വിമാനം വരുന്നുണ്ട്, നമ്മൾ അലേർട്ട് ആകണം, എന്തെങ്കിലും ഒരു സൂചന അവർക്ക് ലഭിച്ചോ? 125 വിമാനങ്ങൾ വന്നല്ലോ. ഏതെങ്കിലും ഒരു വിമാനത്തിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചാൽ 0. നന്നായി മനസ്സിലാക്കുക, ഇത് അമേരിക്കയുടെ ഒരു വിജയമാണെന്ന് അമേരിക്ക ഇന്ന് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. ഒരു 0 റെസിസ്റ്റൻസ് മാത്രമാണ് അവിടെ ലഭിച്ചത്. എവിടെയും ഒരു ചെറിയ സിഗ്നൽ പോലും ഇറാനെ കൊണ്ട് അമേരിക്കയ്ക്കെതിരെ നൽകാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യോമസേനയ്ക്കെതിരെ ഇറാൻ ഒരു മിസൈൽ പോലും അയച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏതൊരു റഡാറിലും അകപ്പെടാതെ 25 മിനിറ്റാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ അമേരിക്ക നടത്തിയത്. ഇത് ഇറാൻ്റെ ഒരു പരാജയമാണോ? ഇല്ലയോ? 125 വിമാനങ്ങൾ വന്നിട്ട് ഒന്നിനെ പോലും ഇറാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതാണ് എയർ സുപ്പീരിയോറിറ്റിയിൽ ഇസ്രായേൽ മുന്നിലാണ് എന്ന് പറയാൻ തന്നെ കാരണം. ഇതാണ് ഇസ്രായേലിനും ആവശ്യം. ഇതുകൊണ്ടാണ് പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് അവർ ആദ്യമേ ചെയ്യാനുള്ള ഒരു ആവശ്യകതയും. ഇറാന്റെ വ്യോമസേനയെ ഒരിക്കലും മുകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. അവിടെ യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അവിടെ റഡാർ സ്റ്റേഷൻസ് ഉണ്ടാകാൻ പാടില്ല. അവിടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല. എപ്പോഴും ഞങ്ങളുടെ വിമാനം തെഹ്റാൻ വരെയും പറന്നു വരണം. അവിടെ യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഇതാണ് എയർ സുപ്പീരിയോറിറ്റി. അപ്പോൾ ഈ എയർ സുപ്പീരിയോറിറ്റി ഇസ്രായേലിന് ലഭിച്ച ഉടനെ ഇത് അമേരിക്ക പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഈ 6 B-2 ബോംബർ വിമാനങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് ബോംബുകൾ എറിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ അമേരിക്ക ഡീകോയ്സ് വിമാനങ്ങളും അകത്തേക്ക് അയച്ചിട്ടുണ്ട്. എന്താണ് ഡീകോയ്സ്? വ്യാജ വിമാനങ്ങൾ. ബോംബുകൾ ഇല്ലാത്ത വിമാനങ്ങളെ വെസ്റ്റ് ഭാഗത്തേക്ക് ആദ്യം പറത്തി. ജനങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള സൈന്യം അവരുടെ ശ്രദ്ധ തിരിപ്പിക്കാനായി വെസ്റ്റ് ഭാഗത്തേക്ക് ഈ വ്യാജ വിമാനങ്ങൾ പറന്നുപോയി. എന്നാൽ അല്പസമയത്തിൽ തന്നെ ഈസ്റ്റ് ഭാഗത്തിൽ വന്ന വിമാനങ്ങൾ അവിടെ ബോംബുകൾ വർഷിക്കുകയും അവിടം വിട്ട് പോവുകയും ചെയ്തു. വ്യോമസേന വരുന്നതിന് മുൻപ് 2 സ്ഥലങ്ങൾ, ഈ ഫോർഡ് ഒഴികെയുള്ള ബാക്കിയുള്ള 2 ന്യൂക്ലിയർ ബേസസ്, ഇസ്ഫഹാൻ, നട്ടാൻസ്, ഈ 2 സ്ഥലങ്ങളിലും ടോം ഹോക്ക് മിസൈൽ ആയിരുന്നു വീശിയത്. ഈ ടോം ഹോക്ക് മിസൈൽ അല്ലാതെ ഈ 1-2 GBU ബോംബുകളും ഈ നഥാൻസ് ബേസിലേക്ക് അവർ അയച്ചിട്ടുണ്ട്. ഈ ടോം ഹോക്ക് മിസൈൽസ് ഒക്കെ അയച്ചത് സമ്മറയിൽ നിന്നാണ്. എന്നാൽ അത് എവിടെ നിന്ന് വന്നു എന്ന് ഇറാൻ അറിയില്ല. കാരണം ഇത് സമ്മറയിൽ നിന്ന് അയക്കുകയാണ്. നേരിട്ട് അത് ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ തന്നെ വന്നു വീഴുന്നു. ബാക്കിയുള്ള ഈ വിമാനങ്ങൾ അവരവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് പദ്ധതി ഇട്ടതുപോലെ എല്ലാം ചെയ്ത് ആക്രമിച്ചിട്ട് തിരികെ പോവുകയും ചെയ്തു. ഇത് കാരണം ഏതൊരു പൈലറ്റിനും അപകടം സംഭവിച്ചിട്ടില്ല, വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ഇതാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് അമേരിക്ക പറയുന്നു. വെറും 25 മിനിറ്റിൽ ഈ ഒരു ആക്രമണം പൂർണ്ണമായും അവസാനിച്ചു. ഇതിനകം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മിഡിൽ ഈസ്റ്റ് ഇതുവരെയും ഏതൊരു രാജ്യത്തിന്റെ പക്കലും ഇല്ലാത്ത അണുവായുധം ഇറാന്റെ പക്കൽ ലഭിക്കുമെന്നുള്ളൊരു തോന്നൽ. 80-90% യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്തല്ലോ.
എങ്കിൽ പോലും അവസാനം ഇറാനെ കൊണ്ടത് സാധ്യമാക്കാൻ സാധിച്ചില്ല. ഇന്നവർ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ എൻറിച്ച്ഡ് ചെയ്ത യുറേനിയം ഉണ്ടല്ലോ, ഏകദേശം 60%, 400 കിലോ എൻറിച്ച്ഡ് യുറേനിയം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഇറാൻ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അത് വളരെ സുരക്ഷയുള്ള സ്ഥലത്ത് തന്നെയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ആരും ആകുലപ്പെടേണ്ട. ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിരുന്നു, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ അവരത് സുരക്ഷയോടുകൂടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോർഡോ ന്യൂക്ലിയർ ഫെസിലിറ്റി എംപ്റ്റി ആയിരിക്കുമ്പോഴാണ് അമേരിക്ക ആക്രമിച്ചത്. ഈ ആക്രമണം നടക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ആ ഫെസിലിറ്റിക്ക് മുൻപിൽ 16ഓളം കാർഗോ ട്രക്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഇറാൻ അവിടെ നിന്നും എന്തൊക്കെയോ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 400 കിലോ എൻറിച്ച്ഡ് യുറേനിയം എവിടെയെന്നത് ഇന്നും അമേരിക്കയ്ക്കും അറിയില്ല, മൊസാദിനും അറിയില്ല. ഇനി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ പറഞ്ഞിരിക്കുന്നത്, അയത്തുള്ള ഖമേനി, നിങ്ങൾ ഓടി ഒളിക്കണ്ട. നിങ്ങൾ എവിടെയാണ് ഓടുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകം അത് സാധിക്കുമായിരുന്നു, വളരെ പെട്ടെന്ന് സാധിക്കും. എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട് എന്നാണ് പറഞ്ഞത്. അയത്തുള്ള ഖമേനിക്ക് ശേഷം ആര് വരണം എന്നുള്ളതിന് ഒരു 3 പേരുകളും അവിടെ പറയുന്നുണ്ട്. അയത്തുള്ള ഖമേനിയുടെ അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ യുറേനിയം സംരക്ഷിച്ചതുപോലെ അടുത്തതായി ഞങ്ങളുടെ യുദ്ധം നിങ്ങൾക്കെതിരെ തുടരും. ഞങ്ങളുടെ പരമാധികാരത്തിനെതിരെ ആരെന്ത് ചെയ്താലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. നയതന്ത്രം എന്നുള്ള വാതിലുകളെല്ലാം ഇവിടെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇനി ഈ ചർച്ചയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അടിക്ക് അടിയാണ് എന്ന് ഇറാനും പറഞ്ഞു. ഇനി ഇറാൻ പറയുന്നത് പോലെ അവരെന്തെങ്കിലും ചെയ്ത് കാണിക്കുമോ എന്ന് നോക്കിയാൽ അത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഇറാനും പ്രതികാരം ചെയ്യേണ്ട ഒരു നിർബന്ധത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇറാനെ കൊണ്ടിപ്പോൾ ലോങ് റേഞ്ച് മിസൈൽസ് അയക്കാൻ സാധിക്കും. കൂടിപ്പോയാൽ ചെറുതായി അവരുടെ വ്യോമസേനയെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളും അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിനുമപ്പുറം ഇറാനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറാൻ അവിടെ ശക്തി ആവശ്യമാണ്. ഈ ശക്തി എവിടെ നിന്നും ലഭിക്കുമെന്ന് ചോദിച്ചാൽ അത് അറബ് രാജ്യങ്ങളിൽ നിന്നും. ഇന്ന് എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയെ എതിർത്ത് അവരുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, പാകിസ്ഥാൻ പോലും. ഇതിൽ വലിയൊരു തമാശ, പാകിസ്ഥാൻ അവരുടെ എയർബേസ് അമേരിക്കയ്ക്ക് നൽകി. ഇത് സത്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഉടൻ തന്നെ പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ പറയാൻ തുടങ്ങിയത് ഇന്ത്യ അവരുടെ എയർ സ്പേസ് അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന്. ഇന്ത്യൻ എയർ സ്പേസ് വഴിയാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത് എന്നുള്ള വാർത്ത വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒരു വ്യാജമായ വാർത്ത. ഇത് 1-2 അല്ല, 1-ലധികം അക്കൗണ്ട്സിൽ നിന്നാണ് ഈ ഇന്ത്യയുടെ എയർ സ്പേസ് ഇതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ പടരാൻ തുടങ്ങിയത്. ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലായിടങ്ങളിലും ഇതേ മെസ്സേജ് തന്നെ പടരാൻ തുടങ്ങി. എന്തിന്? നമ്മുടെ വീഡിയോസിന് താഴെ കമൻസിൽ പോലും പലരും വന്ന് പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ്റെ എയർ സ്പേസ് മാത്രമല്ല ഇന്ത്യ പോലും നമ്മുടെ എയർ സ്പേസ് തുറന്നു കൊടുത്തല്ലോ എന്നൊക്കെ. ആ സമയം പോലും ഒരു സംശയം തോന്നി, ശരിക്കും ഇതൊക്കെ സംഭവിച്ചതാണോ എന്ന്. എന്നാൽ പിന്നീടാണ് സത്യം അറിഞ്ഞത്. നമ്മുടെ ഗവൺമെൻറ് ഫാക്ട് ചെക്ക് ചെയ്തു, അത് തെറ്റാണ്. നമ്മുടെ എയർ സ്പേസ് നമ്മൾ ഏത് രാജ്യത്തിനും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് 100% PAP ഫാക്ട് ചെക്ക് ചെയ്തു. എന്നാൽ ഈ ഒരു ഉറപ്പ് പാകിസ്ഥാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഞങ്ങളുടെ എയർ സ്പേസ് അമേരിക്ക ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളുടെ ബേസ് ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിട്ടില്ല, ഇറാൻ്റെ മുതുകിൽ ഞങ്ങൾ കുത്തിയിട്ടില്ല. ഇങ്ങനെ ഇവിടെയുള്ള പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സിനോ പാകിസ്ഥാനോ ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. എന്നാൽ ഇന്ത്യയെ കൊണ്ട് പറയാൻ സാധിക്കും. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. സത്യം ആരെക്കൊണ്ട് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഒരുപാട് കാലത്തേക്ക് കള്ളം പറഞ്ഞുകൊണ്ട് ജീവിക്കാനും സാധിക്കില്ല. അടുത്ത് ലെബനൻ വിട്ട് പെട്ടെന്ന് തന്നെ ആളുകൾ ഒഴിയണമെന്ന് അമേരിക്ക ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ, ഇറാൻ, അതിനുശേഷം ലെബനൻ ഭാഗത്തേക്ക് ഇസ്രായേൽ തിരിയാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന് ശേഷം ഏത് റീജിയൺ ആയിരിക്കും ഒരു യുദ്ധം നിറഞ്ഞ പ്രദേശമായി മാറുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുക ആഫ്രിക്കൻ ഭൂഖണ്ഡമായിരിക്കും. കാരണം ഈ ഗ്ലോബൽ സൗത്ത് എന്നത് ആഫ്രിക്കയെ ബേസ് ചെയ്താണുള്ളത്. ആഫ്രിക്കൻ റീജിയണിൽ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ എതിർപ്പുകളുണ്ട്. ഇതിപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ, ബുർക്കിന ഫാസോയൊക്കെ ഫ്രാൻസിനെ ആട്ടി ഓടിച്ചിട്ടുണ്ട്. UK ഒന്നും അവിടെ ആരും ശ്രദ്ധിക്കുന്നേയില്ല. അമേരിക്ക ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. അത്രത്തോളം പാശ്ചാത്യ രാജ്യങ്ങളെ ആഫ്രിക്ക വെറുക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. അടുത്ത ഭാഗത്തിലൂടെ ഇതിലും കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്കറിയാം. ഇടപെടാതെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.